കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് തിരികെ പോകുന്നത്. മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സൂചനയുമുണ്ട്. വാർഡിലെ ശുചിമുറികൾ ഉള്ള ഭാഗമാണ് ഇടിഞ്ഞു വീണത്. വിവരങ്ങളുമായി കാർത്തു ചേരുന്നുണ്ട്. കാർത്തു, നിലവിലെ സാഹചര്യം എവിടെ വരെയായി? അർജുന, അല്പസമയം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. 10-14 വാർഡുകൾക്കിടയിലുള്ള പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. ഈ കെട്ടിടം നിലവിൽ പൂട്ടിയിട്ടിരുന്ന കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 10, 11, 14 വാർഡുകൾക്ക് സമീപമുള്ള കെട്ടിടമാണിത്. ഈ കെട്ടിടത്തിലാണ് പഴകിയ ശുചിമുറി അടക്കം ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിന് സമീപത്ത് നിന്നവർക്കാണ് ഇപ്പോൾ നിലവിൽ പരിക്കേറ്റിരുന്നത്. ഇതിൽ 2 പേർക്ക് നിസ്സാര പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടം പൂട്ടിയിട്ടിരുന്നതും അതുപോലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സ്ട്രെച്ചർ അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പഴകിയ കെട്ടിടമാണ് നിലവിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് മന്ത്രിയായ വീണ ജോർജും അതുപോലെ തന്നെ VN വാസവനും അറിയിച്ചിരിക്കുന്നത്. നിലവിൽ മന്ത്രി വീണ ജോർജും VN വാസവനും സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഇത് ഒരു പഴകിയ കെട്ടിടമാണ്, ഇത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കെട്ടിടമാണ് എന്നാണ് മന്ത്രിമാർ അറിയിച്ചത്. ഇവിടേക്ക് ആളുകൾ എന്തിനാണ് എത്തിയതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 10, 11, 14 വാർഡുകളിലുള്ള രോഗികളെ ഇപ്പോൾ മറ്റ് വാർഡുകളിലേക്ക് ഇപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട്. 104 രോഗികളെയാണ് ഇപ്പോൾ മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഈ കെട്ടിടത്തിലേക്ക് ആളുകൾ എത്തിയത് എന്തിനാണ് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ്. എങ്കിൽ നിലവിൽ ഇപ്പോൾ 2 പേർക്കാണ് നിസ്സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ഈ കെട്ടിടം പഴകിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ദുരന്തങ്ങൾ വ്യാപകമായി ഇപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു അപകടം ഉണ്ടായതിലാണ് ഇപ്പോൾ മന്ത്രി VN വാസവനും അതുപോലെ തന്നെ വീണ ജോർജും പ്രതികരിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം പഴകിയതാണ്. ഈ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമായതല്ല. ഇവിടെ പഴയ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടമാണ്. അതുപോലെ തന്നെ ശുചിമുറികൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് പൂട്ടിയ നിലയിലാണ്. എന്നാൽ എന്തിനാണ് ആളുകൾ ഇവിടേക്ക് എത്തിയതെന്നോ ഈ ശുചിമുറി ഉപയോഗിച്ചിരുന്നോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചു വരികയാണ്. ആ കെട്ടിടത്തിലേക്ക് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. എന്നാലും ഉപയോഗശൂന്യമല്ലാത്ത കെട്ടിടമായതിനാൽ തന്നെ അധികം ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടപ്പില്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സും പോലീസും അടക്കം കരുതുന്നത്. എങ്കിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഇനി അധികം വേറെ ആളുകൾ ഈ പരിസരത്തുണ്ടായിരുന്നോ, ഇനി അവർക്ക് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഫയർഫോഴ്സും പോലീസും ചേർന്ന പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിക്കേറ്റവരെല്ലാം രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ്. 10, 11, 14 വാർഡുകളിലെ രോഗികളുമായി ബന്ധപ്പെട്ട് വന്നവരായിരിക്കാം ഈ അപകടത്തിൽപ്പെട്ടവരെന്നാണ് കരുതുന്നത്. 3 ആഴ്ച മുന്നേ മന്ത്രി വാസവനും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന സാഹചര്യത്തിലാണ് ഈ കെട്ടിടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന തീരുമാനമെടുത്തത്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ ഇതും നിലവിൽ ഇപ്പോൾ ഉപയോഗമല്ലാത്ത കെട്ടിടമായതിനാൽ തന്നെ അധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കരുതുന്നില്ല. നിലവിൽ ഇത് ഉപയോഗശൂന്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു വലിയ അപകടം ഒഴിവായത്. ഇല്ലെങ്കിൽ നിരവധി പേരുടെ ജീവന് തന്നെ ഹാനിയാവുന്ന തരത്തിലുള്ള ഒരു അപകടമായി ഇത് ചിലപ്പോൾ മാറിയേനെ. ഇപ്പോൾ എന്തായാലും നിലവിൽ അധികം ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല. എന്നാൽ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അർജുന, കാർത്തു, അല്പം മുന്നേ കാർത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. 3 ആഴ്ച മുന്നേ മന്ത്രി VN വാസവനും ആരോഗ്യമന്ത്രിയും യോഗം ചേർന്ന് നടപടികൾ എടുത്തു എന്ന്. അതായത് അവർക്കറിയാം ഇത് പഴകിയ കെട്ടിടമാണെന്ന് ഉള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഇത് പഴകിയതാണോ, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ എന്നുള്ളതൊക്കെ. വളരെ സാധാരണപ്പെട്ട കൂട്ടിരിപ്പുകാരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഇത് ആരോഗ്യ മേഖലയിൽ നിന്നും ആ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കെടുകാര്യസ്ഥതയല്ലേ ഇത്തരത്തിൽ അത് അറിയിക്കാത്തതും അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന ഒരു നിയന്ത്രണം ഏർപ്പെടുത്താത്തത്? അർജുന, അത് തന്നെയാണ് പറഞ്ഞത് മന്ത്രി VN വാസവൻ. ഇത് അടച്ചിട്ടിരുന്ന ഒരു കെട്ടിടമാണ്. എന്തിനാണ് ആളുകൾ
ഈ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്തിയതെന്നുള്ള കാര്യം അറിയില്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. നിലവിൽ ഈ കെട്ടിടം പൂട്ടിക്കിടന്ന കെട്ടിടമാണ്. നിലവിൽ അവിടെ ശുചിമുറി പ്രവർത്തനരഹിതമായിരുന്നോ എന്നത് ആ കാര്യത്തിൽ നമ്മൾക്കിപ്പോൾ വ്യക്തത ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ കെട്ടിടം പൂട്ടിക്കിടന്നതാണ്. പഴകിയ സ്ട്രക്ചറും അതുപോലെയുള്ള മറ്റ് സാമഗ്രികളും ആശുപത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും സൂക്ഷിച്ചിരുന്ന കെട്ടിടമാണിത്. നിലവിൽ ഈ കെട്ടിടത്തിൽ യാതൊരു പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല. ഈ 10, 11, 14 വാർഡുകളിലുള്ള രോഗികൾക്ക് ഉപയോഗിക്കുന്നതിനായി 10ാം വാർഡിന്റെ മുകളിലത്തെ നിലയിൽ ശുചിമുറികൾ ഉണ്ടായിരുന്നു. ഈ ശുചിമുറിയാണ് ഈ വാർഡുകളിലുള്ള രോഗികളും അതുപോലെ കൂട്ടിരിപ്പുകാരും ഉപയോഗിച്ചിരുന്നത്. നിലവിൽ 14 ഈ തകർന്നു വീണ കെട്ടിടത്തിന്റെ സമീപമുള്ള ശുചിമുറി അടക്കം പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ആളുകൾ എന്തിനാണ് ഇവിടേക്ക് എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് മന്ത്രി വി എൻ വാസവനും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും നേരത്തെ അറിയിച്ചിരുന്നത്. എങ്കിലും ഇപ്പോൾ ആളുകൾ ഈ കെട്ടിടത്തിന്റെ അടുത്ത് നിന്നിരുന്നവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരുന്നത്. 2 പേർക്കാണ് ഇപ്പോൾ നിലവിൽ നിസ്സാരമായി പരിക്കേറ്റിരുന്നു എന്ന കാര്യം പുറത്തു വരുന്നത്. ഇനി ആളുകൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ആളുകൾ ഇതിനടുത്തുണ്ടായിരുന്നോ, എത്ര പേർ ഈ സമീപ സ്ഥലത്ത് ഈ അപകടം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്നത് കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എങ്കിലും നിലവിൽ പോലീസും ഫയർഫോഴ്സും ചേർന്ന് അവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനടി തന്നെ അവിടെ മന്ത്രി വി എൻ വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വി എൻ വാസവനും അറിയിച്ചിരുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ അതിന് മറുപടി നൽകുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രവർത്തിച്ചിരുന്ന എല്ലാ ഈ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് നിലവിൽ ഇപ്പോൾ ഈ കെട്ടിടം തകർന്നു വീണത്. അർജുന, വലിയ അപകടം ആണ് ഒഴിഞ്ഞു മാറിയത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അപകടത്തിൽപ്പെട്ട 2 പേർക്കുള്ള ഉത്തരം മെഡിക്കൽ കോളേജും ആരോഗ്യവകുപ്പും പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിയടക്കം 2 പേർക്കാണ് നിലവിൽ പരിക്കേറ്റതെന്നാണ് വിവരം. സാരമായ പരിക്കെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പഴയ സ്ട്രക്ചറുകളും വീൽ ചെയറുകളും മറ്റും സൂക്ഷിച്ചിരുന്ന ഭാഗം കൂടിയുള്ള കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. ഉപയോഗശൂന്യമായ കെട്ടിടം